വലവനാകുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് കഥാവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് ദൈവം ഈ ഭൂമിയിൽ എനിക്ക് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് ആയിരിക്കാൻ ഇടയായിട്ട് തീർന്നത്. ഒരു മരണത്തോടുള്ള ബന്ധത്തിലാണ് നാട്ടിലേക്ക് കടന്നു വരുവാനിടയായിട്ട് തീർന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അതിൻ്റെ ബറിയിലായിരുന്നു. അതിനായിട്ട് തിങ്കളാഴ്ച അവിടെ യാത്ര തിരിച്ചു. യാത്രയിലൂടെ എത്തി ചൊവ്വാഴ്ച ബറിയിൽ സർവീസിന് പങ്കെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ശേഷം ഇവിടെ ആയിരിക്കാനായിട്ട് ചില ദിവസങ്ങൾ കർത്താവ് സഹായിച്ചു. കർത്താവിനെ ചോദിച്ചാൽ നാളെ മടങ്ങി ഗുജറാത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുവാനും കർത്താവിനെ സ്തുതിപ്പാനും ഇതിനിടയിൽ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയാൽ ഗുജറാത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ, വില്ലേജുകളിലെ പ്രവർത്തനങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ ധാരാളം അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നുണ്ട്. അതൊക്കെ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രിയ സഹോദരൻ മജുവിലൂടെ വളരെ വിലപ്പെട്ട ദൈവവചന ചിന്തകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഷ്ടതയുടെ നടുവിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവരുടെ മനോഭാവം എങ്ങനെയാണ്? പൗലോസ് അപ്പോസ്തലനും ശീലാസും ജയിലിലായിരുന്നപ്പോൾ അവർ ചെയ്തത് എന്താണ് എന്നുള്ള വലിയ സത്യം നമുക്ക് കേൾക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതൊക്കെയും ഏറ്റവും നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് വേണ്ടി കൂടുതൽ സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ധാരാളമായ പ്രവർത്തനങ്ങളിലൂടെയും ധാരാളമായ സ്തുതികളിലൂടെയൊക്കെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരിക്കാം പ്രതിസന്ധികളും കടന്നു വരുന്നത്. യൂറോപ്പിലെ ആദ്യത്തെ പ്രവർത്തനവും അതിനുശേഷമുള്ളതാകുന്ന വലിയ രൂപാന്തരവും ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിനുശേഷമുണ്ടാകുന്ന വലിയ ഒരു മാറ്റം അത് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിന് വ്യതിയാനമുണ്ടാക്കുവാൻ ഇടയാക്കി തീർത്തു. ഓർക്കുക, ആളുകൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതും ആളുകളുടെ രൂപാന്തരവും പലപ്പോഴും ഒരു വശത്തിൽ അത് ആത്മീക സന്തോഷത്തിന് കാരണമാക്കി തീർക്കുമ്പോൾ തന്നെ മറുവശം ശത്രു എന്ത് ചെയ്യുകയാണ്? അതിനെ തങ്ങളാലാവോളം അതിന് ഉപകാരപ്രദമായവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാലങ്ങളിൽ നമുക്കറിയാം ഭാരതത്തിൻ്റെ പരിസ്ഥിതി ഇതാണ്. ഭാരതത്തിലെ അനേക ആളുകൾ പിശാചിൻ്റെ പിടിയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ജീവനുള്ള കർത്താവിനെ രുചിച്ചറിഞ്ഞ് അനേക സ്ഥലങ്ങളിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം വളരെ അത്യുഗ്രമായിട്ട് പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പിശാച് തൻ്റെ സകല ശക്തിയും എടുത്ത് അതിനെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കൊന്നറിയാം, നമ്മുടെ കർത്താവ് സർവശക്തനാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേക ദൈവമക്കൾ കർത്താവിന് വേണ്ടി ജയിലിലും മറ്റും ഈ കാലങ്ങളിലും ആയിരിക്കുന്നു. അനേകർ വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവമക്കളാൽ നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവസന്നിധിയിൽ ധാരാളം സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. നശിച്ചു പോകുന്ന ഭാരതത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള വലിയ ഭാരം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് വേണ്ടി നോർത്ത് ഇന്ത്യയുടെയും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, തദ്ദേശവാസികളും മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കുന്നവരാകുന്ന ദൈവദാസന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഫലമുണ്ടാകേണ്ടതിന് മാത്രമല്ല, അവരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും അവർ മുഖാന്തരം അനേക ഫലങ്ങൾ ഇനിയും ഉണ്ടാക്കപ്പെടേണ്ടതിനുമായിട്ടും നമുക്ക് തുടർന്നും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടേയിരിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നാം കേട്ട ദൈവവചനത്തോട് ചേർന്ന് തന്നെ അല്പസമയം കൊണ്ട് 1-2 ചിന്ത കൂടി ഞാൻ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ആ കാര്യത്തിനായിട്ട് മുന്നോട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നോക്കുക, വളരെ പരിചിതമായ ഭാഗമായതുകൊണ്ടാണ് സമയത്തിൻ്റെ കുറവുകൂടി ഞാൻ ആ ഒരു വാക്യം മാത്രം വായിച്ചത്. കരയ്ക്ക് കയറിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇത് നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണല്ലോ. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാര് യേശു കർത്താവിനെ എപ്പോഴും നേരത്തെ ഉള്ളതുപോലെ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ തനിയായിട്ട് പോകുന്ന അനേക അവസരങ്ങളുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു
ദിവസം സംഭവിച്ചതാകുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ വിധം ഈ വിധം ആയിരുന്നു. അതിനുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ശിഷ്യന്മാരാകുന്ന പത്രോസും ദിദിമോസ് എന്ന തോമസും അതുപോലെ തന്നെ കാനായിലെ നഥനയേലും ശബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും, ശിഷ്യന്മാരുടെ ഒരു നല്ല കൂട്ടം ആളുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരുമിച്ച് അവരുടെ പഴയ പണിയിലേക്ക്. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പടക് കയറിപ്പോയി, രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നോക്കുക, എനിങ്ങനെ ഓർത്തു, കർത്താവിൻ്റെ കൂടെ നടന്ന് 3-3.5 വർഷക്കാലം കർത്താവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിച്ചവരാണ് പത്രോസും കൂടെയുള്ള ശിഷ്യന്മാർ. പത്രോസ് ആണെങ്കിൽ പറഞ്ഞ, കർത്താവെ, നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാൽ ഞാനതിന് തയ്യാറാണ്. ആ നിലയിൽ കർത്താവിനെ കണ്ടവർ. മറ്റ് ശിഷ്യന്മാർ അതിനുശേഷം തങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവിന്റെ ഉയർപ്പിനെ അനുഭവിച്ചറിഞ്ഞവരാണ്, അല്ലെ? തോമസ് ആണെങ്കിൽ പറഞ്ഞു, ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും അവന്റെ കയ്യിൽ എന്ത് ചെയ്യുകയാണ്, വിരലിടുകയും ഒക്കെ ചെയ്തതിന് ശേഷമേ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവന്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക, വിലാപ്പുറത്തേക്ക് കൈയിട്ടുകൊള്ളുക, എന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുക, എന്റെ ആണിപ്പഴത്തിലേക്ക് എന്റെ വിരലിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ട് മനസ്സിലാക്കിയതാണ്. എന്നാൽ അതിനുശേഷവും അവർക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. യേശു കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ചാഞ്ചാട്ടമുള്ളവരായിട്ട് തീരുന്നു. അടുത്തിനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് അവർക്ക് മിഷനൊക്കെ കൊടുത്തതാണ്, കർത്താവ് അവരെ കുറിച്ച് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ്. എന്നാൽ അടുത്തെന്താണെന്ന് അറിയാത്തത് കൊണ്ട് പിന്നീട് അവർ വീണ്ടും പത്രോസിന്റെ നേതൃത്വത്തിൽ ഈ 7 പേരും കൂടെ എന്ത് ചെയ്യുകയാണ്, അടുത്ത ഒരു മീൻപിടുത്തത്തിനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഭാഗമാണ്. 7 പേരും കൂടെ അടുത്തൊരു മീൻപിടുത്തത്തിനായിട്ട് പോവുകയാണ്. പലപ്പോഴും ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു, ഇത് എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിലുള്ള ചില സംഭവങ്ങളായിട്ട് പലപ്പോഴും മാറുവാനായിട്ട് ഇടയുണ്ട്. യേശു കർത്താവിൽ നിന്ന് അനേക അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിച്ച് ദൈവത്തിന്റെ മക്കളെന്ന് പറയപ്പെടുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കപ്പെടേണ്ടതാകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ നാമും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അല്പം ദൂരേക്ക് കടന്നു പോകുവാൻ ഇടയായിട്ട് തീരും. ചിലപ്പോൾ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. എങ്ങനെയാണ് അടുത്ത ദിവസങ്ങൾ, എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ എന്നുള്ള ചിന്ത പത്രോസിനെയും കൂടെയുള്ളവരെയും എന്ത് ചെയ്തു, ബാധിച്ചു കാണും. അതുകൊണ്ട് തന്നെ അവർ പണ്ടുവച്ചിരുന്ന വലയും പടവും ഒക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, തിരികെ എടുക്കേണ്ടതായിട്ട് വന്നു. അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക്, ജീവിതത്തിലുള്ളതാകുന്ന നിശ്ചയദാർഢ്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന അനേക അനുഭവങ്ങൾ ഈ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാറുണ്ട്. എന്നാൽ തീരുമാനങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് വീണ്ടും പഴയപടി തിരികെ പോകുന്ന പരിസ്ഥിതി ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ യേശു കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധം, അല്ലെ, കർത്താവിന്റെ പ്രസൻസ് എപ്പോഴും അനുഭവിച്ച് അറിയാൻ കഴിയാത്തത്. എന്നാൽ ഇവർ പരാജയപ്പെട്ടതിന് ശേഷം ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതാകുന്ന കാര്യം, ഒരു രാത്രി മുഴുവൻ അവർ പിടിക്കുവാനായിട്ട്, രാത്രി മുഴുവൻ പരിശ്രമിക്കുവാനായിട്ട് ശ്രമിച്ചു. രാത്രിയിലെ മുഴുവൻ പരിശ്രമത്തിന്റെ അവസാനം 3-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ അവർ പുറപ്പെടുന്നു. 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഒന്നും പിടിച്ചില്ല. ഒറ്റ വാക്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ അനുഭവം വ്യക്തമായിട്ടങ്ങ് പറയുക, ശ്രമിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. ശ്രമിച്ചിട്ടൊന്നും ലഭിക്കാത്ത അനേക സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിഫലമായെന്ന് തോന്നും. സുവിശേഷ പ്രവർത്തനങ്ങളാണെങ്കിൽ ആത്മാക്കളെ ലഭിക്കാത്ത ഭാരം, സഭയോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മീക വളർച്ചയുണ്ടാകാത്ത ഭാരം, വ്യക്തിപരമായ ജീവിതത്തിൽ ജോലിയിലൊക്കെ വേണ്ടുന്ന ഉയർച്ച ലഭിക്കാത്തതാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ അനേക വിഷയങ്ങൾ പലപ്പോഴും നമ്മെ എന്ത് ചെയ്യുമെന്നറിയാമോ, അലട്ടുന്നതും നിലനിർത്തുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ഇവരോടുള്ള ബന്ധത്തിൽ ഇവര് MG ആണ്,
ഒന്നും ലഭിക്കാത്തവരായിട്ട് അവർ empty ആയിട്ട് നിൽക്കുകയാണ്. യാതൊന്നും ലഭിച്ചില്ല. ഞാനിങ്ങനെ ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മറ്റൊരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. ജോൺ ചാപ്റ്റർ 15:5. അവിടെ എന്താ പറയുന്നത് നോക്കിയേ. എവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ആ ആ ആ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതാരോട് പറഞ്ഞതാ? ഈ പോയ 7 പേരോട് അന്ന് പറഞ്ഞതാ, അല്ലെങ്കിൽ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞതാ, നമ്മോട് പറഞ്ഞതാ അല്ലെ? യേശു കർത്താവ് മുഖാമുഖം നോക്കി പത്രോസിനോടും കൂടെയുള്ളവരോടും ഒക്കെ ചില നാളുകൾക്ക് മുമ്പേ പറഞ്ഞതാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് ദൈവമക്കളുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതെന്ന കാര്യമാണ്. പല കാര്യങ്ങളും സ്വയം ചെയ്യാം എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതെന്തിന് കാരണമായിട്ട് തരും? പരാജയത്തിന് കാരണമായിട്ട് തരും. അതുകൊണ്ട് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യേശു കർത്താവില്ലാതെ, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നല്ലാതെ ഒരു ദൈവ പൈതൽ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അതൊക്കെ പരാജയമായിട്ട് മാറും. അനേക വ്യക്തികളുടെ ജീവിതം പരാജയമായിട്ട് തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? കർത്താവിനോട് ചേർന്ന് പല കാര്യങ്ങളും ചെയ്യാൻ തയ്യാറല്ല. കർത്താവിനോട് അഭിപ്രായം ചെയ്തിട്ടൊന്നും ചെയ്യാൻ തയ്യാറല്ല. പത്രോസ് പറഞ്ഞു, ഞങ്ങളും പോരുന്നെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് കർത്താവിൻ്റെ ഇഷ്ടമാണോ ഇതൊന്നൊന്ന് അന്വേഷിക്കാൻ അവർക്ക് അവസരമുണ്ടായിരുന്നു അല്ലേ? കർത്താവ് ഇത് ആഗ്രഹിക്കുന്നുവെന്ന് അവർ ചിന്തിച്ചില്ല. അനേക കാര്യങ്ങളും ഇതുപോലെയാണ്. ഇന്നും ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇത് ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത സ്ഥിതി. അങ്ങനെ അവർ മടങ്ങി വരുമ്പോൾ കണ്ടതാകുന്നൊരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. എന്താണ്? നമ്മൾ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, കരക്കിറങ്ങിയപ്പം അവർ കാണുകയാണ് തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഞാനിങ്ങനെ ഓർക്കുവാനായിട്ട് ഡേയായിട്ട് തീർന്നു. ഈ തീക്കനല് കാണുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ സംഭവം? കരയ്ക്ക് കയറി വന്ന് ഇവരെന്ത് കാണുക? തീക്കനൽ കാണുക. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് മെമ്മറി ആൻഡ് മേഴ്സി അല്ലേ? ഈ തീക്കനൽ കണ്ടപ്പം പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു ചിന്തയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആകെ ഈ കാര്യം 2 പ്രാവശ്യമേ പറയുന്നുള്ളൂ, തീക്കനലിൻ്റെ കാര്യം. ഒന്ന് അതിൻ്റെ 18-ാം അധ്യായം 18-ാം വാക്യം. യോഹന്നാൻ 18:18 ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കി. അവിടെ എന്താ പറയുന്നത്? തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോട് കൂടെ ഈ കടലിൽ നിന്ന് ഒന്നും കിട്ടാതെ ഇങ്ങോട്ട് കയറി വരുമ്പം പത്രോസ് കാണുന്നത് ഏതാ? കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കനൽ, ഒരു ചൂളയാ. ഇത് കാണുമ്പം തൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഓർമ്മയുണ്ട് അല്ലേ? തൻ്റെ മനസ്സിലൊരു ഓർമ്മയുണ്ട്. ഏതോർമ്മയാണെന്നറിയാമോ? അയ്യോ, ചില ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ ഇതുപോലെ ഒരു തീക്കനലിൻ്റെ അടുക്കൽ നിന്ന് എന്ത് ചെയ്തതാണ്? എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞതാണ് അല്ലെ? ഈ തീക്കനൽ എന്നെ ഇപ്പോൾ ഓർപ്പിക്കുകയാണ്. ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒരു തീക്കനലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തതാണ്? എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞതാണ്, ഞാൻ ഓടിപ്പോയതാണ്, ഞാൻ മനസ്താപപ്പെട്ടതാണ്, ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തതാണ്? ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞതൊക്കെയാണ്, ഞാൻ കരഞ്ഞതാണ്. പക്ഷെ വീണ്ടും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അതേ കർത്താവിനെ വിട്ടിട്ട് ഇപ്പോൾ കടലിലേക്ക് പടകും വലയുമായിട്ടൊക്കെ പോയിരിക്കുകയാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് മെമ്മറി. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും എന്താണെന്നറിയാമോ? അത് നമ്മെ ഓർപ്പിക്കുന്ന ചില സത്യങ്ങൾ. ബേണിംഗ് കോൾ ഇസ് എ പ്ലേസ് ഓഫ് മെമ്മറി ആൻഡ് മേഴ്സി. 2ാമത്തെ കാര്യം അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്താ അവിടെ പറയുന്നത്? അത് കാണുമ്പം തൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയുടെയുണ്ട്. ഞാനിങ്ങനെ എൻ്റെ കർത്താവിനെ വിട്ടുപോയിട്ടും, ഞാനവനെ തള്ളിപ്പറഞ്ഞിട്ടും, ഞാൻ പടവും വലയും ഒക്കെ എടുത്ത് പോയിട്ടും എനിക്കൊന്നും കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ, ഞാൻ ക്ഷീണിതനാണെന്നറിഞ്ഞപ്പോൾ, ഞാൻ വേദനിക്കുന്നവനും വ്യസനിക്കുന്നവനുമാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ആ കരയിൽ അല്ലേ
ഒരു തീക്കനലും അതിന്മേൽ വെച്ച അപ്പവും മീനും ഒക്കെ ആയിട്ട് എൻ്റെ കർത്താവ് ഉണ്ട്. അതെൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ കരുണയാണ്, അല്ലേ? ആ തീക്കനൽ തന്നെ കാണിക്കുന്നത് ഇതാണ്. എൻ്റെ ദൈവത്തിന് എന്നോട് എത്ര വലിയ കരുണയാണുള്ളത്. എൻ്റെ ദൈവം എന്നെ എത്രയധികം സ്നേഹിക്കുക ചെയ്യുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. എത്രയോ പ്രാവശ്യം ഞാൻ മടങ്ങിപ്പോയിട്ടും ഞാൻ വീണ്ടും അത് ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യമെന്ന് പറഞ്ഞാൽ, ഏത് തീക്കനലിൻ്റെ അടുക്കൽ വെച്ച് താൻ മടങ്ങിപ്പോയോ, അതേ തീക്കനലിൻ്റെ അടുക്കൽ വെച്ച് തന്നെ അവൻ എന്ത് ചെയ്യാൻ പോകാന്നറിയാമോ? മടക്കി കൊണ്ടുവരുവാനായിട്ട് പോവുക. ശരിയല്ലേ? ഒരു തീയുടെ ആഴിയുടെ മുൻപിൽ വെച്ചാണ് അവനെ ഏറ്റു പറഞ്ഞത്, അയ്യോ ഞാൻ അവനെ അറിയുന്നില്ല. അതേ ആഴിയുടെ അടുക്കൽ, അതേ തീയുടെ മുൻപിൽ നിന്നുകൊണ്ട് അടുത്ത വാക്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു, അല്ലേ? അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു? ബർയോനാ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? ഉത്തരവൻ പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു നോക്കി, ഞാൻ സ്നേഹിക്കുന്നു. 3-ാം പ്രാവശ്യം വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ നീയെ സകലതും അറിയുന്നു. ആ വാക്ക് നമ്മൾ എത്ര വായിച്ചാലും എത്ര മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാകുന്നത്. ഒരാളിൻ്റെ ഹൃദയം പൊട്ടി താഴത്തിൽ ചെന്നിട്ടാണ് പറയുന്നത്, ഇനി എനിക്കൊന്നും പറയാനില്ല, എന്നെ മുഴുവൻ ആർക്കറിയാം? നിനക്കറിയാം, ഇത് നിനക്കറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും നിനക്കറിയാം. ഈ തീക്കനൽ വാസ്തവത്തിൽ, അല്ലെങ്കിൽ ഈ കനല് കൂട്ടിവെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ പത്രോസിന്റെ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസത്തിന്, വലിയ ചിന്തയ്ക്ക്, അവനെ എന്ത് ചെയ്യുവാനായിട്ടാണെന്നറിയാമോ? കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യതിയാനം വരുത്തുന്ന സ്ഥിതിയിലേക്ക് ആക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാനിങ്ങനെ ഓർത്തു, നമ്മുടെ ജീവിതത്തിന്റെ അനേക പരാജയങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ അനേക നാണക്കേടുകള്, നമ്മുടെ ജീവിതത്തിലെ സൗഖ്യമാക്കപ്പെടേണ്ട അനേക കാര്യങ്ങൾ, നമ്മെ ട്രാൻസ്ഫോം ചെയ്യേണ്ട, രൂപാന്തരപ്പെടുത്തേണ്ട അനേക കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ കർത്താവിന്റെ പാദത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. പരാജയമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. മടങ്ങി വന്നവന് മുൻപിലേക്ക് നിൽക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തീരും. നമുക്കറിയാം, എഫെസ്യർ 2-ാം അധ്യായത്തിൽ നമുക്ക് അറിയാവുന്നൊരു വാക്യമുണ്ട്, 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ആ വാക്യം ആർക്കെങ്കിലും കിട്ടിയെങ്കിലും ഒന്ന് വായിക്കുക. റെവലേഷൻ ചാപ്റ്റർ 2:5. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, നോക്കുക, അവിടെ തന്നോട് അവിടെ പറയുകയാണ്, എഫെസോസിലെ സഭയോട് പറയുക, നിന്റെ വീഴ്ച എവിടെയാണെന്ന് നീ ഒന്ന് അറിയണം, മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. പത്രോസിനോട് ഇത് തന്നെയല്ലേ പറയുന്നത്? നിന്റെ വീഴ്ച എവിടെയാണെന്ന് നീ മനസ്സിലാക്കണം, മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. നിന്റെ ജീവിതത്തിന്റെ പരാജയം എവിടെയാണ് ഉണ്ടായതെന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാം, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലങ്ങളിൽ നമ്മുടെ പരാജയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഇരുന്നിട്ട് ലവോദിക്ക സഭയുടെ മനോഭാവത്തിലേക്ക് ദൈവസഭ കടന്നു പോയിരിക്കുകയാണ്. വീഴ്ചയുടെ കാലം മറന്നുപോയിട്ട്, ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്കൊന്നിനും കുറവില്ല, അല്ലെ, എനിക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്ന, എന്റെ ആത്മീക സ്ഥിതിക്ക് ഒരു വ്യത്യാസവുമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ കുരുടനും, എന്താ പറയുന്നത്, ദരിദ്രനും, നീ അതുപോലെ തന്നെ യാതൊരു നിലയിലും എന്താ പറയുന്നത്, മനസ്സിലാക്കുവാൻ കഴിയാത്ത പരിസ്ഥിതിയിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് എന്നോട് വിലയ്ക്ക് വാങ്ങുക. ദൈവസഭയുടെ പ്രത്യേകതകളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വീഴ്ചയും നമ്മുടെ പരാജയവും നാം എവിടെയൊക്കെ ഉയർന്നു വരേണ്ടതാണ് എന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യകരമായ കാര്യമാണ്. ഞാനിങ്ങനെ ഓർത്തു, ഈ തീക്കനല് തന്നെ സംബന്ധിച്ചിടത്തോളം, ഈ ബേണിംഗ് ഫയർ അല്ലെങ്കിൽ കോൾസ് തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ അത് അനുവദിച്ചു കൊടുത്തത് ഒരു ഓർമ്മയെയും ഒരു പരിവർത്തനത്തെയുമാണ്, ദൈവ കരുണയെയുമാണ്. എ മെമ്മറി ആൻഡ് എ മേഴ്സി ഓഫ് ഗോഡ്. ഇത് നമ്മൾ വളരെ മനസ്സിലാക്കി. 2-ാമത്തെ കാര്യം, ഈ തീക്കനലിന്റെ പുറത്ത് എന്താ അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. സമയത്തിന് കുറവുണ്ട്, പെട്ടെന്ന് പോകാം. 2, അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും
അപ്പവും കണ്ണു. ഫിഷ് ആൻഡ് ബ്രെഡ്. അതെന്താ അവിടെ കാണിക്കുന്നത്? അവിടെ പറയുകയാണ് നിൻ്റെ ജീവിതത്തിലേക്കുള്ള കംപ്ലീറ്റ് പ്രൊവിഷൻ, ഗോഡ്സ് കംപ്ലീറ്റ് പ്രൊവിഷൻ ഫോർ ഹിസ് പീപ്പിൾ. രാത്രി മുഴുവൻ അധ്വാനിച്ച് നിനക്കൊന്നും കിട്ടിയില്ല, നീ നിരാശനായിരിക്കാം, നിനക്കടുത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടായിരിക്കാം. നീ നിരാശയോടെ ആ കടലിൽ നിന്റെ ആഴത്തിൽ നിന്ന് കയറി വരുമ്പോൾ നിനക്ക് വേണ്ടി എന്തുണ്ടെന്നറിയാമോ? ഒരുക്കപ്പെട്ട ദൈവിക കരുതലുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചതൊക്കെ ഇതല്ലേ? ദൈവിക കരുതൽ മാത്രമല്ലേ? എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും അതിനപ്പുറം ആ പ്രതിസന്ധിയെ വിജയിച്ച് ഇപ്പുറത്തേക്ക് കടന്നു വരുവാൻ ഇടയാക്കി തീർക്കപ്പെട്ടത് ഏതാ? നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ മുൻപിലേക്ക് ഒരുക്കപ്പെട്ടതാകുന്ന ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. ചിലപ്പോൾ അപ്പവും മീനുമായിരിക്കാം വേണ്ടിയിരുന്നത്, അല്ലേ? ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളായിരിക്കാം വേണ്ടിയിരുന്നത്. ദൈവത്തിൻ്റെ സഹായം എവിടെയായിരുന്നോ അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? അവൻ തക്ക സമയത്ത് എന്നെ നിങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാതിരിപ്പാൻ, കർത്താവിനെ സേവിപ്പാതിരിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാതിരിപ്പാനായിട്ട് കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാകുന്ന കാര്യം. ഇവര് പിടിച്ചതൊന്നും അവിടെയില്ല. ഉണ്ടോ? ഇവർ പിടിച്ചതൊന്നും അവിടെയില്ല, ഇവരുടെ വകയൊന്നും അവിടെയില്ല. അവര് എന്താ പറയുന്നത്? കർത്താവ് ഒന്നും പിടിക്കാതെ ഇരുന്നവർക്ക് വലയിൽ പിടിക്കാൻ ആവശ്യത്തിനുള്ളതൊക്കെ നൽകിക്കൊടുത്തെന്നുള്ളത് ശരിയാണെങ്കിലും അവർ കയറി വന്നപ്പോഴേക്ക് അവർക്ക് വേണ്ടി എന്തുണ്ട്? തയ്യാറാക്കപ്പെട്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതൊക്കെ എൻ്റെ കഠിനാധ്വാനവും എൻ്റെ പ്രയത്നവും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും ഒക്കെയാ എന്നെ നിലനിർത്തുന്നത്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ല. വാസ്തവത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ദൈവമക്കളായിട്ട് ഓരോ ദിവസവും ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടി ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്തിരിക്കുക? പ്രൊവൈഡ് ചെയ്തിരിക്കുക. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ അതോടുകൂടെ നമുക്ക് എന്ത് ചെയ്തിരിക്കുക? വേണ്ടതൊക്കെ നൽകി തന്നിരിക്കുക. ആത്മീയമായാലും ഭൗമികമായാലും ലോകത്തിലെ ഏത് കാര്യങ്ങളായാലും ദൈവവേദനോട് ചോദിച്ചാൽ പറയും ഇതൊക്കെ എൻ്റെ കർത്താവിൻ്റെ ദാനം മാത്രമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത് നമ്മളങ്ങ് മറന്നു പോകും. ചിലപ്പോഴൊക്കെ പറയും ഇതെൻ്റെ ധനമഹാത്മ്യത്താൽ ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ. പക്ഷേ ഓർക്കുക, ഇതൊക്കെ ആരുടേതാണ്? എൻ്റെ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. അത് മനസ്സിലാക്കിയപ്പോൾ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തത്. ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, വേദന ഉണ്ടായിരിക്കാം, സങ്കടം ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ ദൈവത്തിന് ഇതൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഓർത്തു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ മേലെ അപ്പമുണ്ട്, ഇതൊക്കെയുണ്ട്. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. സമയം തീർന്നല്ലോ, ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാൻ 21:10. ഇപ്പോൾ പിടിച്ചത് ചിലത് കൊണ്ടുവരും. ഈ മിഷനിൽ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടതൊക്കെ ആര് തന്നിട്ടുണ്ട്? കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കർത്താവ് എന്തോ ചെയ്യുന്നറിയാമോ? കർത്താവ് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന് വേണമെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യാം? ധാരാളമായിട്ട് തരുവാനായിട്ട് കഴിയും. എങ്കിലും ഈ മീലിൽ പത്രോസേ, നീ എന്നെ വിട്ടുപോയവനൊക്കെ ആയിരിക്കാം, ഇപ്പം നീ എൻ്റെ വാക്ക് അനുസരിച്ച് പിടിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ചിലതെങ്കിൽ കൊണ്ടുപോകാം. ആ മീലിൽ നിൻ്റെയും ഒരു ചെറിയ ഭാഗവാക്ക്, നിൻ്റെയും പാർട്ട്ണർഷിപ്പ് ഉണ്ടാകട്ടെ, അല്ലേ? പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ഇവിടെയൊക്കെ ദൈവത്തിന്, കർത്താവിന് തൻ്റെ പ്രവർത്തികളൊക്കെ തനിക്കായിട്ട് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? തൻ്റെ വലിയ കരുണയാൽ, വലിയ കൃപയാൽ എന്നെയും നിങ്ങളെയും അതിൻ്റെ ഭാഗമാക്കി തീർത്തു. നമുക്ക് ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് തന്നു, അല്ലേ? കർത്താവ് തയ്യാറാക്കി വെച്ചേക്കുന്നതിൻ്റെ കൂടെ ഒരല്പം എൻ്റേതുകൂടി ആഡ് ചെയ്യുവാൻ അവന് മനസ്സായിട്ട് തീർന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണ്.
അല്ലേ? ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ കർത്താവിനെ ഒത്തിരി സ്തുതിപ്പാനിടയായിട്ട് തീർന്നു. ഈ ബലഹീനരായിരുന്ന, ഒരു കഴിവുമില്ലാത്ത, ഒന്നുമില്ലാത്ത പത്രോസിനോട് ചോദിച്ച പത്രോസ് പറയും, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും അവന്റെ വാക്കിന് ഞാൻ വലയിറക്കി. അവൻ തന്നതിനെയാണെങ്കിലും അതിനെ കൂടെ കൊണ്ടുവന്ന് അവൻ തയ്യാറാക്കിയതിന്റെ കൂടെ വയ്ക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഒരു ഭാഗ്യം ലഭിച്ചു. എൻ്റെ കർത്താവ് തന്നതൊക്കെ, എൻ്റെ കർത്താവ് അനുവദിച്ച ആത്മീയവും ഭൗമികവും അതിനൊക്കെ അതിനൊരു ഭാഗം അതിനോട് ചേർത്ത് വയ്ക്കാൻ എനിക്കും കിട്ടുന്ന ഭാഗ്യം എത്ര വലുതാണ് പ്രിയമുള്ള ദൈവമക്കളെ, അല്ലേ? നമുക്ക് കിട്ടുന്ന ഭാഗ്യം എത്ര വലുതാണ്. സമയം എൻ്റെ തീർന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിച്ചാൽ ഈ കോള്, ഈ കരി, ഈ തീയ, ഇത് നമ്മളെ വെളിപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഒരു വലിയ റെസ്റ്റോറേഷൻ ആവില്ല, അല്ലേ? എ പ്ലേസ് ഓഫ് റെസ്റ്റോറേഷൻ. ഞാൻ പറയുന്നില്ല അവിടേക്ക്. ശ്രദ്ധിക്കുക, ഓർക്കുക, അവിടെ അവരെ മടക്കി വരുത്തി ഒരു വലിയ ശുശ്രൂഷ കൊടുത്ത് എന്ത് ചെയ്യാണ്? എൻ്റെ ആടുകളെ മേയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൊടുത്താക്കി വെച്ച്. സംഭവം നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രിയമുള്ള ദൈവമക്കളെ, ഈ കർത്താവിൻ്റെ വലിയ ശുശ്രൂഷയിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്നേഹിക്കാം, സേവിക്കാം, അവന് വേണ്ടി ജീവിക്കാം. നമ്മുടെ കുറവുകളെയൊക്കെ നമുക്ക് കണ്ടുകൊള്ളണം. കൂടുതൽ സമർപ്പണത്തോടെ അവൻ്റെ നാമഹത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ അവസരം നൽകിയ സഭയോടും ദൈവമക്കളോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.